കേരളത്തിലെ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു മാസമാകാൻ പോകുന്നതേയുള്ളൂ. പക്ഷേ ഇതിനോടകം തന്നെ പുതിയ സർക്കാരിൻ്റെ ദിശ കൃത്യമായി വ്യക്തമാക്കുന്ന സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. സർക്കാർ ചുമതലയേറ്റ നിമിഷം മുതൽ പ്രകടമായ കേരളത്തിൻ്റെ നിലപാട് മാറ്റം, കേരള സർക്കാരിൻ്റെ നിലപാട് മാറ്റം ദൃശ്യമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കപ്പെട്ടത് ഇതുവരെ പതിവില്ലാത്തതായിരുന്നുവെന്ന് ഇതിനോടകം നാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. രാഷ്ട്രശില്പികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്ത് തന്നെ വന്ദേമാതരത്തിൻ്റെ സർവസ്വീകാര്യമായ ആദ്യ ഭാഗം മാത്രം ആലപിച്ചാൽ മതി എന്ന് പൊതു തീരുമാനം ഉണ്ടായതാണ്. രാജ്യം ഇതുവരെ പിന്തുടർന്നത് ആ തീരുമാനത്തെയാണ്. ഇങ്ങനെ ഒന്നും അറിയുമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പിന്നീട് നിസ്സഹായത പ്രകടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലും ലോക്ഭവനെ അതൃപ്തി അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവം ഉണ്ടായില്ല എന്ന് നമുക്കറിയാം. നിയമസഭയിലും ആദ്യമായി വന്ദേമാതരം മുഴങ്ങുന്നതിന് നമ്മൾ സാക്ഷിയായി. അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല പുതിയ സർക്കാരിന്റെ നിലപാട് മാറ്റം. സംഘപരിവാർ ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ തെരഞ്ഞു പിടിച്ച് തന്റെ സെക്രട്ടറിയാക്കാനും മുഖ്യമന്ത്രി തയ്യാറായി. അദ്ദേഹത്തിനെതിരെ സമീപകാലത്ത് ഉയർന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള ആരോപണം, ഇലക്ഷൻ കമ്മീഷണറായി ചുമതല വഹിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത സർക്കുലറിൽ BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീൽ പതിച്ചു എന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് BJP ഓഫീസായി മാറുന്നു എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥനെ തെരഞ്ഞു പിടിച്ച് സെക്രട്ടറിയാക്കി എന്നതാണ് പുതിയ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത. ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി ഈ നില തുടരുന്നതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ലക്ഷണമൊത്ത ഒരു സംഘപരിവാർക്കാരനെ നിയമിച്ചപ്പോഴും തുടർന്ന് MG സിൻഡിക്കേറ്റ് ഒരു RSS ശാഖയാക്കി മാറ്റിയപ്പോഴും വിമർശനത്തിന്റെയോ എതിർപ്പിന്റെയോ നേരിയ ഒരു സ്വരം പോലും മുഖ്യമന്ത്രിയിൽ നിന്നോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നോ ഉണ്ടായില്ല എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ തുടർച്ചയായി സംഘപരിവാർ വിധേയത്വം, സംഘപരിവാറിന് താല്പര്യമുള്ള ദിശയിലാണ് തന്റെ ഗവൺമെന്റ് മുൻപോട്ട് പോവുക എന്നതിന് സുവ്യക്തമായ സൂചനകളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. 10 വർഷത്തിന് ശേഷം ആദ്യമായി കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗവും നമ്മൾ കേട്ടു. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഇതുവരെ ഗവൺമെന്റ് മുൻപോട്ട് പോയതെങ്കിൽ മലയാളിക്ക് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഏറ്റുമുട്ടലിന്റെ കാലം കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെന്ന് ഭംഗ്യന്തരേണ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.